2, 1, go. 1 മണിക്കൂർ നീണ്ട വെയിറ്റിംഗ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇത്രയും വർഷത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു കുക്കിംഗ് കോൺടെസ്റ്റിന് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് വെരി എക്സൈറ്റഡ്. സോ സംഭവം എന്താണെന്ന് പറയാം, നമ്മുടെ KPL ശുദ്ധി, ഐ തിങ്ക് എവ്രി വൺ നോ, കേരളത്തിലും എബ്രോഡുള്ള എല്ലാവർക്കും അറിയാം KPL വെളിച്ചെണ്ണ അവർ നടത്തുന്ന ഒരു കുക്കിംഗ് കോൺടെസ്റ്റ് ആണ്. സോ കുറേ എൻട്രീസ് കിട്ടി, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തു. ആ 5 പേര് ഇവിടെ കൊച്ചിയിലെ ഐബിസ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അവര് ഇവിടെ പ്രെപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കുക്കിംഗ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ഒരാളും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പിയൊക്കെ, പക്ഷെ അവർ സെലക്ട് ചെയ്തില്ല. ജെഫ്രിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുക്കിംഗ് കോൺടെസ്റ്റിന്റെ വിന്നർ ആവാനായിട്ട്. അപ്പൊ ഒരു ഭയങ്കര റെസിപ്പി അയച്ചിട്ടുണ്ടായിരുന്നു. ഓംലെറ്റിന്റെ റെസിപ്പി ആയിരുന്നു. മുട്ട പൊട്ടിച്ച് ചൂട് ഫ്രൈങ് പാനിൽ ഇട്ട്, എന്നാ മറ്റേ പറ 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 ഉർവശി പറയുന്ന പോലെ പറ 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 പറ. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഇവിടെ വന്നതെന്തിനാ അറിയോ, ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും വിചാരിച്ചു. പക്ഷെ ഇവിടെ പ്രൊഫഷണൽ ജഡ്ജസ് ഉണ്ട്, ഞാനല്ല. അതിന് യോഗ്യതയുള്ള ഇവിടുത്തെ ഷെഫൊക്കെ ഉണ്ട്. അതൊന്നും കിട്ടില്ല. അപ്പൊ എന്തായാലും വെൽക്കം ടു എൻ അമേസിംഗ് കുക്കിംഗ് കോൺടെസ്റ്റ്. ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ലീന, കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. ഓ ഓക്കെ. ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ പെപ്പർ ചിക്കൻ ഗ്രേവി, കോക്കനട്ട് മിൽക്ക് ഗ്രേവി. ഓ ഓക്കെ. അപ്പൊ ഇത് പണ്ടോട്ടേ ഉള്ള റെസിപ്പിയാണോ, അത് ചേച്ചിയുടെ ഓൺ റെസിപ്പിയാണോ, പാരന്റ്സ് ആയിട്ട് പാസ് ഡൗൺ ചെയ്ത മൈ വേർഷൻ ആണ്? ഓക്കെ. അപ്പൊ ഞങ്ങളും ടേസ്റ്റ് ചെയ്യാൻ കാണും, കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും ഉള്ളത് കാണുമോ? ഞാൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറവാണ്. അപ്പൊ താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് സിമി ഫൈസൽ. ഓക്കെ. ആലുവയിലാണ് വീട്. ആലുവയിലാണ്. ഓക്കെ. ആലുവ, പറവൂർ ആലുവ. ഓക്കെ. ഡിഷ്? ചിക്കൻ്റെ ഒരു ഡിഷാണ് ചിക്കൻ, കോക്കനട്ട് ചിക്കൻ വെജിറ്റബിൾസ്. ഓക്കെ. അപ്പൊ ഇത് അടിപൊളിയാണെങ്കിൽ ഞങ്ങള് എറണാകുളത്താണ്, അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരും. കുഴപ്പമില്ല. ഇല്ലല്ലോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് സുൽഫിയ നിസിൽ. ഞാൻ ആലുവയിലാണ്. ഓ, എല്ലാ ആലുവക്കാരാണല്ലോ. ആലുവ വെസ്റ്റ് കടുങ്ങല്ലൂര്. ഓക്കെ. ഡിഷ് എന്താ? ഫിഷ് ആണ്. ഫിഷ്, മാംഗോ ഒക്കെ ചേർത്തൊരു ഒരു സംഭവമായിരിക്കും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ചേച്ചി നമ്മുടെ ആളാണ്. അപ്പൊ ചേച്ചിക്ക് ഓൾറെഡി ഒരു +1 ഉണ്ട് കേട്ടോ. ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ശാന്തമ്മ വർഗീസ്. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ബാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ആറന്മുള വള്ളംകളി അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ഓ, വെള്ളംകറി സദ്യ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. സംഭവമാണോ? ഞങ്ങൾ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്, സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചേച്ചിയുടെ ഡിഷ് എന്താ? ഓക്കെ. തേങ്ങാപ്പാലൊക്കെ ഇട്ടുള്ള സംഭവമാണോ? തേങ്ങാപ്പാലും വെളിച്ചെണ്ണ, അതാ ഹൈലൈറ്റ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് സുമ ജയറാം. ഓക്കെ. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഓ ഓക്കെ. ഡിഷ് ചിക്കൻ വെച്ചിട്ടുള്ളൊരു നാടൻ ഐറ്റമാണ്. ഓക്കെ. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തായിരിക്കും? തേങ്ങാപ്പാലുണ്ടോ? ആ, തേങ്ങാപ്പാലുണ്ട്. ഉണ്ട്. അപ്പൊ സംഭവമായിരിക്കും സ്റ്റൂ പോലെ വല്ലതും ആണോ? അതാ അല്ലല്ല, വെറൈറ്റിയാ? ചേച്ചിയുടെ റെസിപ്പി ആണോ? അതെ അതെ. അതാ അമ്മ വല്ലതും? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ട് തീരുമാനിച്ചത്. ആണോ? സ്പോണ്ടേനിയസ് ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ഓക്കെ. അപ്പൊ KPL ശുദ്ധിയുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ട്, പക്ഷെ ഇവരുടെ മെയിൻ സംഭവം ഓബിയസ്ലി ഇവരുടെ വെളിച്ചെണ്ണയാണ്. പിന്നെ ഇവരുടെ തേങ്ങാപ്പാലിനൊക്കെ ടേസ്റ്റ് ഇന്ന് നമ്മൾ അറിയുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വരാം. എല്ലായിടത്തും അല്ലേ? ഹായ് ഷെഫ്. ഷെഫ് അരുൺ, ഹെഡ് ഷെഫ് ആണ് ഐബിസ് ഹോട്ടലിലെ. നമുക്ക് ആദ്യം നമ്മൾ കുറെ TV-ലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യം എന്ത് ബേസിസിലാണ് ഷെഫ് ഇവരെ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ അവരുടെ മിസംബ്ലയുടെ സെറ്റിങ്, അതിന് നമ്മളൊരു ഇപ്പോൾ ഈ സെറ്റിംഗ് മിസംബ്ലിങ് അവർ ചെയ്തേണ്ട പ്രിപ്പറേഷൻ രീതിക്കാണോ, എങ്ങനെയാണ് അതിന്റെ പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ അവരുടെ പ്ലേറ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ സ്റ്റൈൽ നോക്കും. പിന്നെ അതിന്റെ നമുക്കൊരു വെറൈറ്റി ഉണ്ടാകണം. അവരൊരു വെറൈറ്റി ഡിഷ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിനും ഒരു ബോണസ് പോയിന്റ് പറയാം. നമ്മൾ കഴിക്കാത്ത ഒരു നമ്മളൊരു പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ഒരു സിഗ്നേച്ചർ ഡിഷ് ആയിട്ട് നമ്മൾ ഇത് കേരള ഒരു KPL ശുദ്ധിയുടെ കോക്കനട്ട് ഓയിലും ആൻഡ് കോക്കനട്ട് മിൽക്ക് പൗഡറും വെച്ചുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു നല്ലൊരു ഡിഷ് നമുക്ക്
കിട്ടണം, ഒരു കേരള ഫ്ലേവറിലുള്ള ഡിഷ് കിട്ടണം. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ നോക്കുന്നത്. കോൺടെസ്റ്റ് തുടങ്ങാൻ പോവാ. എന്റെ അവിടെ വന്നിരിക്കുന്നത് ഒളിമ്പിക്സിന് ഓടാൻ നിൽക്കുന്ന പോലെ. എല്ലാവരും എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ഇനി കുക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിലവിലെ സമയം 12:20 ആണ്. സോ 1:20 വരേക്കും നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കോർ ചെയ്ത് പ്രസന്റ് ചെയ്യാനും ഉള്ള ടൈമിംഗ് കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ 1:20 വരേക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ പണിയാം. അതിനുശേഷം 1:21 ആകുമ്പോൾ എല്ലാവരുടെയും ഹാൻഡ്സ് അപ്പ് ആയിരിക്കും. 2, 1 ഗോ. ഒരു മണിക്കൂർ നീണ്ട വെയിറ്റിംഗ്. നല്ല വെളിച്ചെണ്ണയുടെ മണം. ഈ റൂം മൊത്തം നല്ല വെളിച്ചെണ്ണയുടെ മണം. പിന്നെ ഇവര് 1941 തൊട്ടുള്ള ഗ്രൂപ്പാണ്. അറിയോ ജെഫ്രിന്റെ പ്രായോ? പിന്നെ KPL നമ്മുടെ പ്രായം. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാതെ ഒരു വ്ളോഗിലും സമാധാനം ഇല്ല അല്ലേ? പറ്റുന്നില്ല, എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല. ദിലുവിന് പറ്റണല്ല, അപ്പൊ എനിക്കും പറ്റില്ല. ചിക്കൻ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എല്ലാവരും ഹൈ പ്രഷർ കോമ്പറ്റീഷൻ ആണ് ഇത്. ഷെഫ് ഇവിടെ എല്ലാവരും ഫുൾ സ്ക്രൂട്ടിനിയാണ്. സോ ഞാൻ ഇപ്പോൾ അറിയുന്നത് ഇവരുടെ ബിഫോർ കുക്കിംഗ് ലൈക്ക് ഇവിടെയുള്ള ഹൈജീനും എല്ലാം നോക്കും. ടേബിൾ വൈപ്പ് ഡൗണും എല്ലാം നോക്കിയിട്ടാണ് ഷെഫ് ഓരോരുത്തരെ റേറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ട് തപ്പിപ്പിടിച്ചു നോക്ക്. ഇവിടെ ഇൻഗ്രീഡിയൻസിനൊക്കെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൾ അതെടുത്ത് കഴിക്കുവാണ്. അതും കഴിക്കല കേട്ടാ. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ളത് അവർ ഓൾറെഡി എടുത്ത് അവർക്ക് ഉണ്ട്. പിന്നെ കുഴപ്പം നല്ലതല്ലേ, അത് കൊണ്ടുപോയിട്ട് സമാധാനമല്ല. വേറെ ഒന്നും കൂടെ ഉണ്ട് ഇവിടെ. പച്ചമാങ്ങ വെച്ചിട്ടുള്ള കറി പേര് ഇതുവരെ ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല. അത് ഡിഷ് കഴിയുമ്പോഴേക്കും പേര് പോകും. അതിൽ എനിക്ക് ക്യാഷ് ക്രിസ്മസ് ഒക്കെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫിഷ് കറിയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. ആദ്യമായിട്ടാണോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഗ്രീൻ ആപ്പിൾ ഫിഷ് ആയിരുന്നു ചെയ്തത്. ഗ്രീൻ ആപ്പിളിന്റെ ഗ്രീൻ ആപ്പിൾ ഫിഷ് പാൽക്കപ്പയായിരുന്നു റെസിപ്പി അയച്ചത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ ഗ്രീൻ ആപ്പിൾ കിട്ടിയില്ല. അപ്പൊ പച്ചമാങ്ങ എടുത്ത് ഒരു കറി. പച്ചമാങ്ങ മീൻ എന്തായാലും പോവല്ലോ. അതെ, അത് എന്റെ രീതിയിലൊന്ന് ആക്കണം. എല്ലാം ഒരു പരീക്ഷണമാണ് അല്ലേ? കോക്കനട്ട് ചിക്കൻ ആണ്. ചിക്കൻ ഓൾറെഡി ഓൾമോസ്റ്റ് സെറ്റ് ആണ്. രണ്ട് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വെജ് ബോൾസും കാണും. എല്ലാത്തിനും കൂടെ സമയം കാണുമോ? 1 മണിക്കൂറിൽ വെജ് ബോൾസും ചിക്കനും എല്ലാം കൂടെ ഉണ്ടാക്കി എല്ലാം ഒരു ഡിഷ് ആക്കാൻ പോവാണ്. കോക്കനട്ട് മിൽക്ക് പെപ്പർ ചിക്കൻ. അത് നമ്മൾ സാധാരണ പെപ്പർ ചിക്കനിൽ കോക്കനട്ട് മിൽക്ക് ഇട്ടേ കണ്ടിട്ടില്ല. ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇത് വെന്തിട്ട് പോലും ഇല്ല. ആയിന്ന് നന്നായി ജഡ്ജായി വിളിക്കാതിരുന്നത്. ആരും ഇത് കാണുന്ന ഒരു ജെഫ്രെ എവിടെയും ജഡ്ജായിട്ട് വിളിക്കില്ല കേട്ടാ. വെളിയിൽ വിളിച്ചെന്തിനാന്നറിയോ? എന്തിനാ? ഇത്ര ഒന്നും കണ്ടല്ലോ, ഒരു ഐഡിയ കിട്ടിയില്ല. ആർക്കായിരിക്കും ഫസ്റ്റ്? ഇത് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചത് ഇപ്പൊ എനിക്ക് ഇങ്ങോട്ടേക്ക് ചോദിച്ചു. പറ, ആരായിരിക്കും സാധ്യത? അതെങ്ങനെ പറയണം? അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കട്ടെ. പറ. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് പറയരുത്, കൊല്ലും ഞാൻ. ഏതാ പറഞ്ഞ? അത് ഞാൻ പറയാം. ഇതിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? മറ്റേ ഈ പച്ചമാങ്ങയില്ലേ, പച്ചമാങ്ങ കാഷ്യൂ ഒക്കെ വന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഹിറ്റാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതാ തോന്നുന്നത്? എനിക്കും അതേപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ സെക്കൻഡ് തോന്നിയത്. മറ്റേ ഒരു ബോളും വെജിറ്റബിൾ ബോളും ചിക്കനും പിന്നെ രണ്ടാമത് പച്ചമാങ്ങ. അതിന്റെ ടെൻഷൻ എന്താണെന്നറിയോ? എന്തെങ്കിലും കഴിഞ്ഞാലോ എന്തെങ്കിലും ഓവർ കുക്ക്ഡ് ആയി പോയാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഒറ്റ ട്രൈ എല്ലാം കഴിഞ്ഞു. എന്ത് മറ്റേ ഗ്രൈൻഡിങ്ങും പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് ഇനി ഒന്നും കൊടുക്കില്ല. അവർ ഇൻഗ്രീഡിയൻസ് ഒന്നും പുതിയതായിട്ട് കൊടുക്കില്ല. ആക്ച്വലി 1 മണിക്കൂർ വേണ്ട. അതിന് മുമ്പ് ഒരു ഫുഡ് ഉണ്ടാക്കി ഫുഡ് റെഡി. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. നല്ല തേങ്ങാപ്പാലിന്റെ മണവും പെപ്പറിന്റെ മണവും ഒക്കെ വരുന്നുണ്ട്. ലുക്കിംഗ് ഗുഡ്. I hope it tastes good. It definitely will taste good. ഇത് വന്നിട്ട് വീട്ടിൽ ഞാൻ മട്ടൺ വെച്ചാണ് ചെയ്യാറ്. മട്ടൺ ഇല്ലാത്ത കാരണം ഞാൻ റീപ്ലേസ് ചെയ്തു ചിക്കൻ വെച്ച്. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഗുഡ്. ചിക്കനും പെപ്പറും എന്തായാലും ഒരു ഐഡിയൽ കോമ്പിനേഷൻ ആണ്. അതിന്റെ തേങ്ങാപ്പാലും കൂടെ വരുമ്പോ എങ്ങനെ ഇരിക്കും എന്നാണ്. ഇത് സ്പൈസി സൈഡിലായിരിക്കും അതോ മീഡിയം സ്പൈസി? മീഡിയം സ്പൈസി ആയിരിക്കും. സ്റ്റൂ പോലെ വരില്ലല്ലോ. സ്റ്റ്യൂ അല്ല. ഓക്കെ. ഫിഷ് ചെറുതായി തവ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കറി അല്ലേ? പേര് കിട്ടിയോ? എന്തായിരുന്നു? ചിക്കൻ മാംഗോ ഗ്രേവിയാ? ചിക്കൻ അല്ല, ഫിഷ്. ഫിഷ് മാംഗോ ഗ്രേവിയാ? കോക്കനട്ട് ഫിഷ് മാംഗോ. പേര് പറഞ്ഞു. കോക്കനട്ട് ഫിഷ് മാംഗോ കറി. ഇതൊരു കുർമ ടൈപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ലുക്കിംഗ് വെരി ഡെലിഷ്യസ്. നല്ല മണവും വരുന്നുണ്ട്. ഇതെന്താ ഇത്? അതിന്റെ ആണോ? ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അതെ, ഇവിടെ ഞങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയില്ല. എല്ലാം 3 പീസ് വെച്ചേ ഉള്ളൂ. ഞങ്ങൾ കൗണ്ട് ചെയ്തു. ഒരു പീസ് എനിക്ക് മാത്രം. ഫസ്റ്റ് ഡിഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ വിത്ത് കോക്കനട്ട് മിൽക്ക്. പ്ലേറ്റിംഗ്
ഭയങ്കര വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് ആഡ് ചെയ്യാൻ പറ്റുമോ? അത് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മസാലാസ്, ദാറ്റ്സ് വെരി ക്രിയേറ്റീവ്. ഇതിന്റെ സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മസാലാസും ഇതേ സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡിഷും റെഡി ആയിട്ടുണ്ട്. ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ഒരു ഫ്ലവർ പെറ്റൽ രീതിയിൽ വെച്ചിട്ട് ചേച്ചിക്ക് അത്യാവശ്യം കട്ടിങ് സ്കിൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇത് ബ്യൂട്ടിഫുൾ ആയി പ്ലേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രഷർ മൂവ്മെന്റ് ആണ്. 5 minutes ആണ്. അതിൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ ഹാൻഡ്സ് അപ്പ് ചെയ്യണം എന്നാണ്. രണ്ടുപേരും പ്ലേറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ഫൈനൽ പ്ലേറ്റിംഗ് ആണ്. ചേച്ചിയുടെ ഡിഷും ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ആൾക്കൂടെ ഉള്ള ഇവിടുത്തെ ഒരു ഡ്രൈ ഡിഷ്. ഇതും എനിക്ക് തോന്നുന്നു നല്ല തേങ്ങയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. നാടൻ ചിക്കൻ പറണ്ട് അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ഫൈനൽ പ്ലേറ്റിംഗിന്റെ തിരക്കാണ്. 2 ഡിഷ്. ചേച്ചിയുടെ ബോൾസും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു പ്ലേറ്റിംഗ് ആണ്. കാഷ്യൂ പേസ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മുടെ ഇത് പച്ചമാങ്ങിയ മീനും കാഷ്യും എല്ലാം ആയിട്ടുള്ള മീനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൗണ്ടറിൽ നിന്ന് ഇറങ്ങുക. എല്ലാരും റൂമിൽ നിന്ന് വെളിയിൽ പോവാ. ഇനി ഞങ്ങൾ കുറച്ചുപേരെ ടേസ്റ്റ് ചെയ്യട്ടെ. എന്നെ കൊന്നാലും ഞാൻ ഇറങ്ങില്ല. മേരിയന്റെ അമ്മയാണ് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്താ ഗിഫ്റ്റ് കൊടുക്കട്ടെ? പ്രൈസ് അപ്ലൈ കൊടുക്കട്ടെ? കൊള്ളാവോ? ഞാൻ ജഡ്ജിങ് ഒന്നും അല്ല, പക്ഷെ ഇവർ ഓരോ കൗണ്ടറിൽ നിന്ന് അടുത്ത കൗണ്ടറിൽ പോകുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുക. അതിന് ഞാൻ കുറെ നേരം ഇവിടെ നിന്നത്. ഒരു പീസ് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ പറ്റില്ല. അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട്. ഈ പാൽ KPLന്റെ പാൽപ്പൊടി വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. തേങ്ങാപ്പാലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങ പിരിഞ്ഞ് 2 മണിക്കൂർ എടുക്കും. അത് തന്നെയല്ല, അത് ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇത് ഞാൻ കണ്ടില്ല. ഞാൻ നേരത്തെ സ്റ്റഫ്ഡ് ഉണ്ടാക്കിയത്, അതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് അത് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു എണ്ണം ഉണ്ടാക്കിയത്, മീൻ വെച്ച് ഉണ്ടാക്കിയത്. നീ വീട്ടിൽ പോകുമ്പോൾ അതും കൊണ്ടുപോകുമോ? പിന്നെ 2-3 വാങ്ങിച്ചു വെച്ചു. അതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ലതാണ്. അപ്പൊ നമുക്ക് ഷെഫിനെ വിളിക്കാമല്ലേ ടേസ്റ്റ് ചെയ്യാൻ? ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ആ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ആരും ക്യാപ്സിക്കം ഇങ്ങനെ ചേർക്കാറില്ല. അല്ല, അതിൻ്റെ ഒരു നല്ലതാണ്. ആ ഒരു ഫ്ലേവർ, ക്യാപ്സിക്കൻ്റെ ഫ്ലേവർ എടുത്ത് വരുന്നുണ്ട്. പിന്നെ എരിവ് ഒത്തിരി ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഒത്തിരി ആളുകൾ സ്പൈസസ് ഒന്നും ഒത്തിരി ഉപയോഗിക്കുന്നില്ല. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം ആൻറ്റി. നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് കൊടുത്താലോ? അതേ നടക്കൂല. ആന്റീനെ ജഡ്ജാക്കി വെച്ചാ വിളിച്ചിട്ടുണ്ട്. വന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. വന്ന് ടേസ്റ്റ് അടിപൊളിയാണോ? കിട്ടിയില്ല. ഒന്നും കൂടെ നോക്കട്ടെ. എന്റെ പൊന്നിട്ടില്ലു. അവസാനം തക്കാളി എങ്കിലും അവിടെ വെച്ചേക്കണേ. കുറച്ച് പച്ചമുളകിന്റെ ഫ്ലേവർ. സാധാരണ മൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഗ്രീൻ ചില്ലി അരച്ച് ചേർത്ത് എന്തോ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ചെറിയ ഉള്ളി വരട്ടിയതും പിന്നെ ഫിഷ് മോളി പോലെ ഭയങ്കര റിച്ച് കോക്കനട്ട് മിൽക്കിന്റെ ഫ്ലേവർ ഇല്ല. എന്നാൽ നമുക്ക് തേങ്ങാപ്പാലിട്ട് ഉണ്ടാക്കിയാന്നറിയാം. അടിപൊളി. സ്പൂൺ കഴിഞ്ഞാട്ടോ, 3 സ്പൂണേ ഉള്ളൂ. ഇതിനു മുമ്പ് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. എങ്ങനെയുണ്ട്? അതായത് നമ്മള് വീട്ടിലൊക്കെ കൊപ്ര എടുത്തിട്ട്, ഇപ്പൊ ഇതിനു വേണ്ടി പരസ്യത്തിൽ പറയുന്നതല്ല, നമ്മൾ വീട്ടില് കൊപ്ര എടുത്ത് ഉണക്കിയിട്ട് വരുമ്പോ ആ മില്ലിൽ നിന്ന് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ സ്മെല്ലാണ് ഫ്രഷ്. ഈ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ കളർ തന്നെ നോക്കി നല്ല പ്യുവറാണ്. നമുക്ക് സാധാരണ ഒരു കോക്കനട്ട് ഓയിൽ ഞാൻ ഈ ഒരു കളർ ഉണ്ട്. എനിക്ക് അതിന്റെ ഇത് ഇഷ്ടപ്പെട്ടത് എനിക്ക് സ്മെല്ലാണ്, ഫ്ലേവറും എല്ലാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? എന്താണ് ഫിഷ് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ഓൾറെഡി ഞാൻ എൻ്റെ സ്വന്തം നാട് ഏൽപ്പിക്കുകയാണ്, ആലപ്പുഴ ജില്ലയിൽ. അവിടെ ഫിഷ് ഭയങ്കര സുലഭം. അപ്പോൾ ഫിഷ് ആകുമ്പോൾ ഒരു ഫ്രഷ് ടേസ്റ്റ്. ഞാൻ കോണ്ടസ്റ്റിന് വേണ്ടി ഗ്രീൻ ആപ്പിൾ ഫിഷ് മസാല ചെയ്തത് വിത്ത് പാൽക്കപ്പ.
അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഫിഷ് മസാല വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഹസ്ബൻഡിനും ഇഷ്ടമാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്, താങ്ക് യു. ടേസ്റ്റ് ഉണ്ട്. ആ മാങ്ങയൊക്കെ ആ നന്നായിട്ട് ഒരു അലിഞ്ഞ് മാങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. മാങ്ങ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി എരിവുമില്ല. അതായത് നമ്മൾ പിന്നെ മുളക് പൊടി എന്തായാലും നല്ലതെന്ന് പറയും. എല്ലാരും കൈയിട്ട് നിൽക്കുന്നുണ്ട്. വരില്ലല്ലോ. അടുത്തതിൽ ചിക്കനിലെ ഒരു ഇതൊരു ഷെഫ്, ഓ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കിട്ടുന്നത് പച്ചമാങ്ങയുടെ പുളിയാണ്. ഓക്കെ. സെക്കൻഡ്ലി കോക്കനട്ടിനെക്കാട്ടി കൂടുതൽ കാഷ്യൂ ആണ് കിട്ടുന്നത്, കാഷ്യൂൻ്റെ. പിന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവർ. ഇത് സാധാരണ ചില കറികൾ ചില ഡിഷിൻ്റെ കൂടെ അല്ലേ ഉള്ളൂ, ഇത് എല്ലാത്തിൻ്റെയും കൂടെ പോകും. പ്ലെയിൻ റൈസ് തൊട്ട് ഗീ റൈസ് തൊട്ട് വേണമെങ്കിൽ ബിരിയാണിയുടെ കൂടെ കഴിക്കാം. ആ അപ്പം പാലപ്പം കള്ളപ്പം നീർദോശ സംഭവമായിട്ടുണ്ട്. കാരണം ഭയങ്കര ഫ്ലേവേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്ലേവർ പ്രൊഫൈൽസ് ഉണ്ട്. സൂപ്പർ ഡിഷ്. ആ സ്പൂണോടെ ശരി. ഒരെണ്ണം കൂടെ കഴിക്കാം. എന്തിന്? ആ ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ഇതേതാണ് ഡിഷ്? ഇത് കോക്കനട്ട് ചിക്കൻ വിത്ത് വെജ് ബോൾസ്. ഇത് കോക്കനട്ട് ബോൾസ് അല്ല, ചിക്കൻ ബോൾസും ഉണ്ട്, അല്ല ചിക്കൻ പീസസും വെജ് ബോൾസും. ഓക്കെ. വെളിച്ചെണ്ണ തേങ്ങാപ്പാലാണ് ഈ വെജ് ബോൾ എങ്ങനെ ചെയ്തേക്കണം? അത് ഇത് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് പിന്നെ സവാളയും ക്യാരറ്റും മല്ലിയിലയും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കോൺഫ്ലവർ. അത് ഞാൻ ചോദിച്ചു. ആക്ച്വലി ഇങ്ങനെ ഒരു ഫുഡ് ഞാൻ കണ്ടിട്ടില്ല. ചിക്കനകത്ത് വെജ് ബോൾസ്. സൈഡ് ഡിഷ് ഇല്ലല്ലോ, അപ്പം ഞാൻ ഇതും കൂടി ചേർക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് കഴിയും. അതെ. എന്തൊക്കെ ഉപയോഗിച്ചാണ്? എല്ലാം KPL കോക്കനട്ട് ഓയിലും തേങ്ങാപ്പാലും ഫുള്ളായിട്ട് അത് മാത്രം. അതാണ് ഉപയോഗിച്ചത്. കുറേ സ്റ്റെപ്പിൽ അത് വേറെ എക്സ്ട്രാ മസാല വല്ലതും ഉണ്ടോ? ഇല്ല. എക്സ്ട്രാ മസാല കാശ് ഇതാണ് പെരിഞ്ജീരകം, ഗരം മസാല, നോർമൽ മസാല, പെരിഞ്ജീരകം. ബേസിക് ഗ്രേവി നമ്മുടെ ബേസിക് ഇതാണ്, വെളിച്ചെണ്ണയും തേങ്ങാപ്പാലുമാണ് മെയിൻ. സൂപ്പറാണോ? നമുക്ക് ഈ റെസിപ്പീസ് ഒക്കെ അടിച്ചോണ്ട് പോയാലോ? എന്നിട്ട് വേണം മേരിയാനും ആന്റിയും കൂടെ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാൻ. ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. കാരണം ഇത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് വെജ് ബോൾസും ഉണ്ട്, ചിക്കൻ പീസസും ഉണ്ട്. രണ്ടും ഒരുമിച്ച് രണ്ടും ഇൻഡിവിജ്വലി ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയും. ഓ, അവിടെ അന്തും തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും അതെ, രണ്ടെണ്ണം ബാക്കി വെച്ചേക്കണേ. ചിക്കൻ എങ്ങനെയുണ്ട്? കുറച്ച് സ്വീറ്റ്നെസ് ആണ് ആക്ച്വലി, ഒട്ടും സ്പൈസി അല്ല. കാഷ്യൂ പേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിയുമ്പോൾ ഒരു പെപ്പറി ഫ്ലേവർ ഉണ്ട്. ചില്ലിനെ കാട്ടി കൂടുതൽ പെപ്പറി ഫ്ലേവറാണ്. അന്തു എങ്ങനെയുണ്ട്? ലാസ്റ്റ് ആണോ? അതിന്റെ ബോൾസ്. പിന്നെ ബോൾസ് ഉരുളക്കിഴങ്ങ. ഇറ്റ്സ് വെരി നൈസ്. ആണോ? ഇതും ചിക്കനും ചപ്പാത്തിയും കൂടെ കഴിച്ചാൽ സൂപ്പറാണ്. ഭയങ്കര ഇന്നോവേറ്റീവ് കേട്ടോ ഇവിടെ വന്ന എല്ലാവരും. ആ നേരം ജെഫ്രിനെ പോലെ അല്ല. എന്നെ പോലെ അല്ല. ടേസ്റ്റ് ജെഫ്രിനും മേരിയാനും കൂടെ ഒക്കെ പറയുന്നതായിരിക്കും. ഇത് വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ്. എന്തേ പെപ്പർ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടോ? എന്തേ ഇന്ന് പറഞ്ഞിട്ട് പോകാനല്ല പറഞ്ഞത്. ഓക്കെ, എല്ലുണ്ട്. കട്ട് ചെയ്യും. കട്ട് ചെയ്യാനോ? ഇതിൽ നല്ല സ്ട്രോങ് പെപ്പർ ഹിന്റ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് തേങ്ങാപ്പാൽ വന്നതുകൊണ്ട് ആ സ്പൈസിനെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഒരു മൗത്ത് ഫ്രഷനർ കഴിച്ച ഫ്ലേവർ ആട്ടോ. എനിക്ക് പേഴ്സണലി കുറച്ച് പെപ്പർ, ഭയങ്കര പെപ്പറിൻ്റെ ഹിറ്റ് ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് ഒരു ബാലൻസ് ആയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും കഴിച്ചുകൊണ്ടിരിക്കാനും തോന്നും. ഒരു പീസും കൂടെ ഉള്ളൂ. അതുകൂടെ ഞാൻ കഴിച്ചേക്കാം. പ്രത്യേകം പറയാനുള്ളത് ഇന്നോവേഷനാണ്. കിട്ടിലൻ ഇന്നോവേറ്റീവായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടും ജസ്റ്റ് അവർക്ക് കോൺഫിഡൻസ്. ഇതിൻ്റെ മെയിനായിട്ട് ഡിഷിൻ്റെ നെയിമിങ് ഒട്ടും ശരിയായിട്ടില്ല. ഫിഷ് മോളി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫിഷ് മോളി. ഫിഷ് മോളി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലൊരു ഫ്ലേവർ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് സോ മച്ച് ഡിഫറെൻറ്റ് ആൻഡ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് ദാൻ ആസ് നോർമൽ ഫിഷ് മോളി. എല്ലാ ഡിഷിനും പേരിനും കാട്ടിയ ടേസ്റ്റാണ് ഫുഡിന് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ അമേസിങ്. ആരും ജയിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ചിലപ്പോൾ ആ പച്ചമാങ്ങ ഇട്ട മീൻ കറി അടിപൊളിയായിട്ടുണ്ട്. അത് എല്ലാം അടിപൊളിയായിട്ടാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അതാണ്.
അല്ലെങ്കിൽ എനിക്കൊന്നും മിക്കവാറും അതാവാൻ സാധ്യത, അല്ലെങ്കിൽ മറ്റേ വെജ് ബോൾസും ചിക്കനും കൂടെ ഇട്ട ഡിഷ്. എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. ഫുഡ് വെച്ച് കഴിഞ്ഞു. ആരടിക്കും? ഞാനടിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കും. അതല്ലേ ഇത്ര നേരം ചെയ്തോണ്ടിരുന്നു. ഇനി അടിക്കാൻ പോകുന്നു. പിന്നെ സിനിമയ്ക്ക് പോണ്ടേ? നമ്മൾ അത് രാത്രിയല്ലേ, അതിന് മുമ്പും അത് കഴിഞ്ഞു. ബാംഗ്ലൂർ പോണ്ടേ? അടുത്ത ആഴ്ച പോവാം. എന്തായി തീരും, എങ്ങനെയായി തീരും എന്നെല്ലാം അറിയാനായിട്ട്. കാരണം ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസിൽ ചിക്കനും മീനും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷെഫിന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായൊരു ദിവസം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ഷെഫ് തന്നെ എല്ലാം കഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ഓടി നടക്കായിരുന്നു. ബട്ട് ഫൈനലി എന്താണേലും നമുക്ക് ഒരാളെ വിന്നറായിട്ട് കരുതാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രം ചെറിയ ചെറിയ ഒരു കാര്യങ്ങളിലെ മിസ്റ്റേക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരാളുടെ ടേസ്റ്റ് കൂടിയത് കൊണ്ടോ മാത്രം വിന്നറായി തീർന്നിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് നമ്മളുടെ അവാർഡ് വിന്നി, അതായത് ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് കിടക്കാനുള്ള മൊമെൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഗ്നിറ്റീസ് വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ നമ്മുടെ KPL ശുദ്ധിയുടെ ചെയർപേഴ്സൺ ജോഷു ആൻ്റണിയെ ഞാൻ ഒരുപാട് ബഹുമാനത്തോടു കൂടി തന്നെ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ബിഗ് താങ്ക് യു ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ്. ഇവിടെ വന്നേക്കുന്ന 5 പേര് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇതിന് മുൻപുള്ള പ്രിലിമിനറി റൗണ്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്താത്ത ആളുകളുണ്ട്. അവർക്കടക്കം ഉള്ള താങ്ക് യു ആണ്. ഇവിടെ അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നത്തെ ഈ 5 പേര് ഇവിടെ വന്നവർ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ ജനറേഷനിൽ പെട്ട ആളാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയ കമ്പനി 1941 തറക്കല്ലിട്ട് തുടങ്ങിയ കമ്പനിയാണ്. 83ാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, പിന്നെ നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെ സഹകരണം കൊണ്ട്. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ആദ്യം നിങ്ങൾ. അടുത്തതായി ഡയറക്ടർ ടെസി റാഫേൽ, ഡയറക്ടർ നിരീഷ് ഫ്രാൻസിസ്, CFO മിസ്റ്റർ ശ്യാം മേനോ, എടുക്കാണ് 4th പ്ലേസ് വിന്നറിന് KPL ശുദ്ധിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. സോ 4th പ്ലേസ് വിന്നർ മിസ് ലീന ലാൽസൺ ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. 4th പ്ലേസ് വിന്നറിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഡയറക്ടർ നിരീഷ് ഫ്രാൻസിസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. 3rd പ്രൈസിലോട്ടാണ് കിടക്കുന്നത്. 3rd പ്രൈസ് വിന്ന് ചെയ്യുന്ന ആൾക്ക് 50Kയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് കിട്ടുന്നത്. സോ 3rd പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് സുൽഫിയ നസീർ. ഞാൻ സുൽഫിയ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. സുൽഫിയക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി ഞാൻ ഡയറക്ടർ ട്രെസി റാഫേലിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി ശേഷിക്കുന്നത് 2 കണ്ടസ്റ്റൻസ് ആണ്. സിമി ഫൈസലും ശാന്തമ്മ വർഗീസും. 2 പേരെ ഞാൻ സ്റ്റേജിലോട്ട് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. നാടൻ ഡിഷ് ഇച്ചിരി കോണ്ടിനെന്റൽ ആക്കിയിട്ടും ഒരാൾ ഫിഷും മറ്റൊരാൾ ചിക്കനും ഒക്കെ എടുത്തിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്തേക്കുന്നത് അല്ലേ. നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്നും നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ളത് മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. സോ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കിട്ടുന്നത് 50Kയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. സെക്കൻഡ് പ്രൈസ് വിന്നറിന് കിട്ടുന്നത് 30Kയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും. വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ ചെയർമാൻ മിസ്റ്റർ ജോഷ് ആന്റണിയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് നമ്മളുടെ ഈ ഒരു KPL ശുദ്ധി രുചിയുദ്ധത്തിന്റെ ഈ ഒരു ടൈറ്റിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നു. ഒബ്വിയസ്ലി ഇനി സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ശാന്തമ്മ വർഗീസ് ആണ്. KPLയുടെ ഗിഫ്റ്റ് വൗച്ചർ ശാന്തമ്മ വർഗീസ് നൽകാനായിട്ട് MD മിസ്റ്റർ ജോസ് ജോണിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഒരു കിഡിലൻ ഡേ ആയിരുന്നു. ഒരു ജഡ്ജായിട്ട്, ജഡ്ജ് അല്ലെങ്കിൽ പോലും ജഡ്ജിനെ പോലെ ഫീൽ ചെയ്യാൻ പറ്റി. ഞാനൊരു അമച്വറിഷ് കോൺടെസ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ എവ്രി വൺ കുക്ക്
സോ വെൽ, സോ പ്രൊഫഷണൽ. ആക്ച്വലി കുറേ പേര് ഇതിൽ വേറെ കുക്കിംഗ് കോൺടെസ്റ്റിലൊക്കെ പോയിട്ട് വിന്നേഴ്സൊക്കെ ആയിട്ടുള്ളവരാണ്. വെറുതെ അല്ല, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കണ്ടത് ഒരു അടിപൊളിയായി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കുക്കിംഗ് കോൺടെസ്റ്റിന് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി അറ്റൻഡ് ചെയ്യുക. ഇറ്റ്സ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ KPL ഗ്രൂപ്പ് കിട്ടിലിനായിട്ട് ഓർഗനൈസ് ചെയ്തായിരുന്നു. ആൻഡ് ഈ കോൺടെസ്റ്റൻസ് ജെനുവിൻലി അവർ പറഞ്ഞത് മിക്കവരും ഇവരുടെ പ്രൊഡക്ട്സ് തന്നെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഫെമിലിയർ ആണെന്നുണ്ട്. സോ അത് തന്നെ ഒരു വലിയൊരു എൻഡോഴ്സ്മെൻറ്റ് തന്നെയാണ്. സോ എന്തായാലും നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. ഇനി KPL ഫാക്ടറിയിൽ പറ്റുമെങ്കിൽ ഒരു ദിവസം പോകണം. കാരണം അത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബുള്ള ഒരു ഫാക്ടറിയാണ്, സാധാരണ ഒരു ഫാക്ടറി പോലെയല്ല. സോ എന്തായാലും വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. അതെ, KPLന്റെ ഫാക്ടറിയിലേക്ക് ഒന്ന് പോകണം. വരുമോ? കൊപ്ര കിട്ടും, കുറെ കൊപ്ര. അല്ല, ആള് വരില്ല എന്ന്. ആൾക്ക് എല്ലാം കറക്റ്റ് കോട്ട കിട്ടും. വെളിച്ചെണ്ണ നമുക്ക് അപ്പൊ ബൈ ബൈ അതൊക്കെ പറഞ്ഞു. അതാ പറ, സ്റ്റേ ഹെൽത്തി, ജഫ്രീസ് പറഞ്ഞത് ആദ്യമേ.